നമുക്കിവിടെ a is equal to 1 1 0 1 in SL2 ആകാം. SL2 ആകുന്ന വെച്ചാൽ 2 by 2 real invertible matrices whose determinant is 1. ഡിറ്റർമിനന്റ് 1 ആയിട്ടുള്ള 2 by 2 മെട്രിക്സിന്റെ കളക്ഷൻ ആണ് SL2 ആണെന്ന് പറയുന്നത്. SL2 ഈ SL2 ആകുള്ള ഒരു എലമെന്റ് ആണ് A. അപ്പോൾ എന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്റെ എല്ലാ ഇന്റഗ്രൽ പവേഴ്സ് എടുക്കും. a raised to 1, a square, a cube, a raised to 4. a square എടുത്ത് 1 2 0 1, a cube എടുക്കുമ്പോൾ 1 3 0 1 ആവും, a raised to 4 എടുക്കുമ്പോൾ 1 4 0 1 എക്സെട്ര ഇങ്ങനെ വെക്കൊണ്ടിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് a raised to n is equal to 1 n 0 1 for all n. For all n in z. ഏത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എടുത്താലും ഇങ്ങനെ വരുള്ളൂ. എന്ന് വെച്ചാൽ എന്താ, a raised to n not equal to identity for any n element of positive integer. Hence a is of infinite order അല്ലേ, a is of infinite order. ഇതല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് അതിനോടൊപ്പം തന്നെ ചോദിച്ചിരുന്ന വാട്ട് ഈസ് ഇഫ് എ എലമെന്റ് ഓഫ് SL2ZP എന്ന് വെച്ചാൽ ആരാണ്, സെറ്റ് ഓഫ് ഓൾ 2 by 2 matrices A B C D such that A B C D element of ZP അല്ലെ, P പ്രൈം എന്ന് കൂടി ഉണ്ട് അവിടെ, ആൻഡ് P പ്രൈം എന്ന് കൂടി ക്വസ്റ്റ്യൻ എഴുതിക്കോളണം. ആൻഡ് AD minus BC is equal to 1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഓർഡർ എന്താവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ if P is equal to 2 ഒരു പ്രൈം ആണല്ലോ, then a സ്ക്വയർ എന്താവും, a സ്ക്വയർ നമ്മൾ a എന്ന് വെച്ചാൽ തന്നിട്ടുണ്ടല്ലോ, a എത്ര തന്നിട്ടുള്ളത്, ഇവിടെ given a is equal to 1101 തന്നിട്ടുള്ളത്. അപ്പോൾ if P is equal to 2 ഒരു പ്രൈം ആണല്ലോ, then a സ്ക്വയർ is equal to ഇങ്ങനെയല്ലേ 1 2 0 1 എന്ന് വെച്ചാൽ എന്താണ് 1 0 0 1 അല്ലേ, ഐഡന്റിറ്റി അല്ലേ. then order of a is equal to എന്ത് വരും, 2 വരും. if P is equal to 3, P 3 പ്രൈം അല്ലേ, 3 പ്രൈം ആണല്ലോ, then a ക്യൂബ് എന്താവും, a ക്യൂബ് നമ്മൾ ജനറൽ ആയിട്ട് a raised to n തൊട്ട് മുന്നേ ചെയ്ത് വെച്ചു, a301 ആണ്. അതെന്താ, അത് 1001 is equal to I. then order of a is equal to 3 ആവും. അടുത്ത് പ്രൈം P is equal to 5 ആണ്. P 5 ആയാലോ, then a raised to 5 എന്താ, a raised to 5 1501 ആണ്, അത് 1001 ആവും. അപ്പോഴേ ഓർഡർ ഓഫ് എ ഈക്വൽ ടു 5 ആവും. അപ്പോൾ കൂടി എങ്ങനെ ജനറലൈസ് ചെയ്യാം, ദസ് in SL2ZP the order of A എന്തായിരിക്കും ഇവിടെ, order of A is equal to P. തൊട്ടു മുന്നേ എന്ത് കണ്ടു, order of A ഇൻഫിനിറ്റ് എന്നുണ്ട് അല്ലേ, ഇവിടെ order of A is equal to order of matrix A is equal to ഇൻഫിനിറ്റ് എന്നാണ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ZP SL2ZP ആകുമ്പോൾ order of A P ആണ്. ഹോംവർക്കിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, for any positive integer n, n and any angle theta
show that cos theta minus sin theta cos theta the whole raised to n is equal to cos n theta minus sin n theta sin n theta cos theta. ഇത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താ, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ നോക്കാം. ഹോൾ സ്ക്വയർ എന്താവും? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. രണ്ട് മെട്രിക്സിൽ മൾട്ടിപ്ലൈ എന്നല്ലേ, ഇതൊക്കെ വളരെ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കോസ് സ്ക്വയർഡ് തീറ്റ അല്ലേ, കോസ് സ്ക്വയർഡ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർഡ് തീറ്റ, കോസ് സ്ക്വയർഡ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർഡ് തീറ്റ. അവിടെയാണെങ്കിൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ അല്ലേ, കോസ് തീറ്റ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും അല്ലേ. അപ്പോൾ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ 2 ആക്കാം, രണ്ടു പ്രാവശ്യം പോലെ മൈനസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ 2 കോസ് തീറ്റ സൈൻ തീറ്റ. അടുത്ത് സൈൻ മൈനസ് സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ. അപ്പോൾ കോസ് സ്ക്വയർഡ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർഡ് തീറ്റ. ഇതെന്താണ്? കോസ് സ്ക്വയർഡ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർഡ് തീറ്റ കോസ് 2 തീറ്റ മൈനസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ അല്ലേ. 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ കോസ് സ്ക്വയർഡ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർഡ് തീറ്റ കോസ് 2 തീറ്റ. ഇവിടെ നോക്ക്, ഇവിടെ എന്നിന്റെ പ്ലേസിൽ ഇവിടെ 2 വന്നിരിക്കും, ഇവിടെ കോസ് n തീറ്റ അല്ലേ. എന്നിന്റെ പ്ലേസിൽ ഇവിടെ 2 വന്നിരിക്കുകയല്ലേ ഇവിടെയൊക്കെല്ലാം, ശരിയല്ലേ? അപ്പോൾ equal to cos 2 theta minus sin 2 theta sin 2 theta cos 2 theta. ഇതായി. അപ്പോൾ ഇവിടെ വെച്ചാണെങ്കിൽ എനിക്ക് പറയാം, എന്നിന്റെ പ്ലേസിൽ 1 കൊടുത്താലും, ഇപ്പോൾ എന്നിന് 1 കൊടുത്താൽ ഇവിടെ കോസ് 1 തീറ്റ കോസ് സൈൻ 1 തീറ്റ 1 തീറ്റ 1 അല്ലേ. അപ്പോൾ n is equal to 1 ട്രൂ ആണ്, n is equal to 2 ട്രൂ ആണ്. വേണമെങ്കിൽ അതും കൂടെ എഴുതാം അല്ലേ. സൊല്യൂഷനിൽ വി ഹാവ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ sin theta cos theta the whole raised to 1 is equal to cos 1 theta minus sin 1 theta sin 1 theta cos 1 theta. Therefore the result is true when n is equal to 1. n is equal to 1 true ആയല്ലോ. അതേപോലെ ഇവിടെ വെച്ച് പറയാം, the result is true when n is equal to 2 ട്രൂ ആയല്ലോ. ഇതേപോലെ 3, 4, 5 എല്ലാം ട്രൂ ആവും എന്ന് പറയാൻ വേണ്ടിയിട്ടിനേക്കാളും നല്ലത് ഇൻഡക്ഷൻ മെത്തേഡ് പ്രൂവ് ചെയ്യുന്നതാണ് അല്ലേ. ഇൻഡക്ഷൻ മെത്തേഡിൽ എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇൻഡക്ഷൻ മെത്തേഡ് പ്രൂവ് വേണമെങ്കിൽ ആദ്യത്തെ ഈ സ്റ്റെപ്പ് മാത്രം മതി. ഞാൻ രണ്ടാമത്തെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. ഇൻഡക്ഷൻ മെത്തേഡ് പ്രൂവ് ചെയ്യുമ്പോൾ ഇത് മാത്രമായാലും മതി.
കുഴപ്പമില്ല, അത് ഉണ്ടല്ലോ. ഇൻഡക്ഷൻ മെത്തേഡിലാണ് we prove induction അല്ലേ, using method of induction, that is the result is true. നമുക്ക് ഏത് റിസൾട്ടാ പ്രൂവ് ചെയ്യേണ്ട? പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് ഇതാണ്. ഏതാ? cos theta minus sin theta sin theta cos theta whole raised to n is cos n theta minus sin n theta sin n theta cos n theta. ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്, ഷോ ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ n is equal to 1 ട്രൂ ആയി, അടുത്ത് എന്ത് ചെയ്യണം? n is equal to k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം, n is equal to k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. n is equal to 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു, n is equal to 2 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഇത് മാത്രം എഴുതിയാലും മതി. അടുത്ത് എന്ത് ചെയ്യാം? that is the result is true when n is equal to 1 and n is equal to 1 നും 2 നും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. assume the result is true when n is equal to k എന്ന് വെച്ചാൽ എന്താണ്? that is cos theta minus sin theta cos theta the whole raised to k is cos k theta minus sin k theta sin k theta cos k theta. k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? to prove the result is true for n is equal to k plus 1. to prove the result is true when n is equal to k plus 1. അപ്പോൾ k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ n പറഞ്ഞിടത്തേക്ക് k plus 1 ഒന്നാണ് വരുത്തിയാൽ മതി അല്ലേ. അപ്പോൾ കൺസിഡർ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ k plus 1 വെച്ച് കൺസിഡർ ചെയ്യാം. cos theta minus sin theta cos theta the whole raised to k plus 1 എന്ന് വെച്ചാൽ ഇതിനെങ്ങനെയല്ല, k ഇൻറ്റു എഴുതാമല്ലോ. cos theta minus sin theta cos theta the whole raised to k into cos theta minus sin theta cos theta. ഇനി എന്ത് ചെയ്യാം? ഇതിന് പകരം റൈസ് ടു കെക്ക് പകരം ഇത്രയും കൊടുക്കാം. അപ്പോൾ that is cos theta minus sin theta cos theta the whole raised to k plus 1 is equal to, നമ്മൾ എങ്ങനെ എഴുതി? റൈസ് ടു cos theta minus sin theta cos theta whole raised to k എഴുതി. അതിന് പകരം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമല്ലോ, ക്വസ്റ്റ്യൻ നമ്പർ 1 അപ്ലൈ ചെയ്യാമല്ലോ. ഇതിന്റെ പ്ലേസിൽ, ഈ മെട്രിക്സിന്റെ പ്ലേസിൽ ഇത് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്താവും? cos k theta minus sin k theta cos k theta into cos theta minus sin theta cos theta using 1 assumption യൂസ് ചെയ്തല്ലേ. ഇനി മെട്രിക്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. cos k theta cos theta minus sin k theta sin theta, അടുത്ത് മൈനസ് cos k theta sin theta plus sin k theta cos theta, അടുത്ത് അല്ലേ sin k theta cos theta plus cos k theta sin theta അല്ലെ. സെക്കൻഡ് കോയിൽ ഫസ്റ്റ് കോളം, അടുത്ത സെക്കൻഡ് കോയിൽ സെക്കൻഡ് കോളം ആകുമ്പോൾ എന്താവും? സെക്കൻഡ് കോളവും സെക്കൻഡ് കോയിലും സെക്കൻഡ് കോളം ആകുമ്പോൾ cos k theta minus sin k theta
sin theta. This is equal to cos A cos B minus cos A cos B minus sin A sin B. That is cos A minus cos A plus B. Cos k theta plus theta. Cos k theta plus theta. K plus 1 theta. അടുത്തിവിടെ മൈനസ് ഇവിടെ എന്ത് തന്നെയാണ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ ഈസ് സൈൻ എ പ്ലസ് ബി സൈൻ കെ തീറ്റ പ്ലസ് തീറ്റ സൈൻ കെ തീറ്റ പ്ലസ് തീറ്റ ഈസ് സൈൻ കെ പ്ലസ് 1 തീറ്റ മൈനസ് പുറത്തുണ്ട് മൈനസ് സൈൻ കെ പ്ലസ് 1 തീറ്റ താഴെയും സൈൻ കെ പ്ലസ് 1 തീറ്റ അടുത്തിവിടെ ഇവിടെ എന്താ കോസ് A cos B minus sin A sin B അല്ലേ cos A plus B cos k theta plus theta common എടുത്താൽ cos k plus 1 theta. Hence the result is true for n is equal to k plus 1. അപ്പോൾ n is equal to 1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു പ്രൂവ് ചെയ്തു n is equal to k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു n is equal to k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു just by mathematical induction the result is true for all positive integers അങ്ങനെയുണ്ട് integers ഏത് integer ശരിയാവും just by mathematical induction the result is true for all integers. The result is true for all n. ഇനി ഇതിനോടൊപ്പം എന്തുകൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു find the order of അല്ലേ find the order of cos 60 degree minus sin 60 degree sin 60 degree cos 60 degree. ഇതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ അറിയാം നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗവും കൊടുക്കുക അല്ലേ cos 60 degree minus sin 60 degree sin 60 degree cos 60 degree and raise to 1 എടുത്താൽ അത് തന്നെ വരുള്ളൂ 2 എടുത്താലോ 2 എടുത്ത് നമ്മളിപ്പോൾ കണ്ടല്ലോ ഇവിടെ k നമ്മുടെ റിസൾട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ത് പവർ എടുക്കുമ്പോൾ അല്ലേ ഇവിടെ അല്ലേ ഇവിടെ എന്ത് പവർ എടുക്കുമ്പോൾ ഇവിടെ n വരും ഇവിടെ n വരും ഇവിടെ n വരും ഇവിടെ n വരും അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതാം cos 2 into 60 അല്ലേ cos 120 degree minus sin 120 degree അല്ലേ sin 120 degree cos 120 degree എന്താവില്ല നോട്ട് ഈക്വൽ ടു ഇവിടെ cos 120 1 sin 120 0 ആവൂലല്ലോ not equal to identity matrix 1 0 0 1 അപ്പോൾ ഓർഡർ എന്തല്ല which implies ഓർഡർ എന്തല്ല 2 അല്ല ഓർഡർ 1 അല്ലല്ലോ ആദ്യം ഇവിടെ റൈസ് ടു 1 this is equal to റൈസ് ടു 1 അല്ലേ 1 0 0 1 വരില്ലല്ലോ cos 60 1 ഉം sin 60 0 ഉം വരില്ലല്ലോ അപ്പോൾ ഓർഡർ 1 അല്ല ഓർഡർ 2 അല്ല ഓർഡർ 3 ആണോ നോക്കണേ cos 60 minus sin 60 sin 60 cos 60 raised to 3 നോക്കുക 3 നോക്കുമ്പോൾ എന്താവും cos 60 into 3 അല്ലേ minus sin 180 sin 180 cos 180 അതും എന്തല്ല ഐഡന്റിറ്റി മെട്രിക്സ് അല്ല 1 0 0 1 അല്ല അതുകൊണ്ട് ഓർഡർ എന്തല്ല order not equal to 3 ആണ്
നിങ്ങൾക്ക് പറയാമോ ഓർഡർ 4 ആവുമോ? 4 ആണെങ്കിൽ എന്താ പറയുക 240 കോസ് 240 1 സൈൻ 240 0 വരില്ലല്ലോ. ഓർഡർ 4 ആവില്ല അല്ലേ? കോസ് 60 മൈനസ് സൈൻ 60 സൈൻ 60 കോസ് 60 റൈസ് ടു 4 എന്താവും? കോസ് 240 മൈനസ് സൈൻ 240 സൈൻ 240 കോസ് 240 കോസ് 240 1ഉം സൈൻ 240 0യും വരിക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഓർഡർ എന്തല്ല, ഓർഡർ 3 നോട്ട് ഈക്വൽ ടു 4 ആണ്. ഈ ഓർഡർ 5 ആണോ നോക്കാൻ? കോസ് 60 മൈനസ് സൈൻ 60 സൈൻ 60 കോസ് 60 ഹോൾ റൈസ് ടു 5 നോക്കാം. 5 നോക്കുമ്പോൾ എന്താവും? 300 ആവും അല്ലേ? കോസ് 300 മൈനസ് സൈൻ 300 സൈൻ 300 കോസ് 300 അതും ഒരിക്കലും എന്തല്ല 1001 ആവുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഈക്വൽ അല്ല. അപ്പോൾ എന്ത് പറയാം? ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് ഈസ് 5 അല്ല, പക്ഷേ cos 60 minus sin 60 sin 60 cos 60 rise to 6 equal to എന്താ? cos 360 അല്ലേ? 60 into 6 അല്ലേ? minus sin 360 sin 360 cos 360 cos 360 എത്രയെന്നറിയാം? 1 അറിയാം. sin 360 0 ആണെന്നറിയാം അല്ലേ? hence order of the matrix cos 60 minus sin 60 sin 60 cos 60 is equal to 6. ഇനി നിങ്ങൾ വേറൊരു മെട്രിക്സിനോട് ചോദിച്ചിട്ടുണ്ട്. ആൾസോ കോസ് √2 ഡിഗ്രി മൈനസ് സൈൻ √2 ഡിഗ്രി സൈൻ √2 ഡിഗ്രി കോസ് √2 ഡിഗ്രി ദ ഹോൾ റൈസ് ടു n നോട്ട് ഈക്വൽ ടു, നിങ്ങൾ എത്ര എടുത്താലും എന്ത് വരില്ല, എപ്പോഴും ഇങ്ങനെ വരുള്ളൂ, ഇസ് ഈക്വൽ ടു എന്ത് വരുള്ളൂ? കോസ് n√2 മൈനസ് സൈൻ n√2 സൈൻ n√2 കോസ് n√2 ഇതാ വരിക അല്ലേ? എപ്പോഴെങ്കിലും കോസ് n√2 മൾട്ടിപ്പിൾ ആണ്. n എന്ന് വെച്ചാൽ എന്താണ്? ഇന്റിജർ ആണ്. ശ്രദ്ധിക്കണം, n എന്താണെന്ന് പറയുന്നത്? n ഈസ് എ പോസിറ്റീവ് ഇന്റിജർ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വേറെ n ഈസ് എ പോസിറ്റീവ് ഇന്റിജർ. n ഒരു പോസിറ്റീവ് ഇന്റിജർ ആണ്. എടോ ഏതെങ്കിലും പോസിറ്റീവ് ഇന്റിജറിനെ ഏതെങ്കിലും പോസിറ്റീവ് ഇന്റിജർ നിങ്ങൾ ആയിരിക്കും ഇവിടെ ഏതെങ്കിലും പോസിറ്റീവ് ഇന്റിജർ കോസ് n√2 0 വരുമോ? സൈൻ n√2 0 വരുമോ? ആകെപ്പാടെ കോസ് അല്ല 1 വരുമോ? കോസ് 1 വരുന്ന എവിടെയൊക്കെ മാത്രമേ ഉള്ളൂ? കോസ് 1 വരുന്നത് കോസ് 0 കോസ് 1 വരുന്ന എവിടെയൊക്കെയാ? കോസ് 1 വരുന്ന എവിടെയൊക്കെ? കോസ് 0 കോസ് 2π കോസ് 4π അല്ലേ? 2πന്റെ മൾട്ടിപ്പിൾസിനെല്ലാം എന്ത് വരും? കോസ് 1 വരും. എപ്പോഴെങ്കിലും ഈ n√2 എന്നുള്ളത് 2πന്റെ മൾട്ടിപ്പിൾ ആവുമോ? n എന്താണ്? ഇന്റിജർ. ഏതെങ്കിലും ഒരു ഇന്റിജറിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തേ വരുള്ളൂ? അത് √2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. √2ന്റെ മൾട്ടിപ്പിൾ ഒരിക്കലും പൈന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 2πന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇതൊരിക്കലും ഈ രണ്ടാൾക്കാരും 1ഉം വന്ന് ഈ രണ്ടാൾക്കാരും 0യും വന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അങ്ങനെ ഉണ്ടാവില്ല. കോസ് n√2ഉം 1ഉം സൈൻ n√2 0യും വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഫോർ എനി പോസിറ്റീവ് ഇന്റിജർ ആണ്. ഇപ്പോൾ എന്നിന്റെ പ്ലേസിൽ ഇറാഷണൽസ് വന്ന റിയൽ നമ്പേഴ്സ് ഒന്ന് നമുക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ
ശ്രദ്ധിക്കണം, n എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഈസ് നോട്ട് ഈക്വൽ ടു 1 0 0 1 for any n element of the set plus therefore this matrix has no this matrix order of this matrix is not exist, or therefore order of this element is infinite. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഏതാ എന്ന് പറയൂ, ഞാൻ ഓർഡർ ഓർമ്മയില്ല. center of let G is equal to A B C D, so that A B C D element of the set is a group under addition. Is a group under addition. H is equal to A B C D such that A B C D element of G, A B C D element of G such that A plus B plus C plus D is equal to 0. We'll prove that H is a subgroup of G. G in the subgroup ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സബ്ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പഠിക്കുന്നത് അല്ലേ? സബ്ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് മതി? ബൈനറിയും പ്രൂവ് ചെയ്ത് ഇൻവേഴ്സും പ്രൂവ് ചെയ്താൽ മതിയല്ലോ അല്ലേ? നോക്കടാ, we have 0 0 0 0. എന്താ ഇവിടുത്തെ എലമെന്റ്സുകളുടെ പ്രത്യേകത? എ ബി സി ഡി എല്ലാ 2/2. ഇവിടെ നോക്കാം, ജി എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ 2/2 ഇൻഡിജർ മെട്രിസസ് ആണ് അല്ലെ? എയും ബിയും സിയും ഡിയും ഇൻഡിജേഴ്സ് ആണ്. എയും ബിയും സിയും ഡിയും ഇൻഡിജേഴ്സ് ആണ്. ലോകത്തുള്ള എല്ലാ 2/2 ഇൻഡിജർ മെട്രിസസ് ആണ്, റിയൽ മെട്രിസസ് അല്ല. ശ്രദ്ധിക്കണം, ഇൻഡിജർ മെട്രിസസേ ഉള്ളൂ. എയും ബിയും സിയും ഡിയും ഇൻഡിജർ ആണ്. ഇൻഡിജർ മെട്രിസസ് ഉണ്ട്. ഇത് മെട്രിക്സ് അഡീഷണൽ ഗ്രൂപ്പാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എച്ചിൽ എലമെന്റ്സുകളുടെ പ്രത്യേകത എന്താ? എച്ചിൽ എലമെന്റ്സുകളുടെ പ്രത്യേകത ജിയിലെ എലമെന്റുകൾ തന്നെയാണ്, അതായത് എല്ലാ ഇൻഡിജേഴ്സ് തന്നെയാണ്. പക്ഷെ ഈ എല്ലാ എൻട്രീസിനെയും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും. അങ്ങനെയുള്ള എലമെന്റ്സ് എവിടെയുള്ളൂ? എച്ചിലും. നോക്കട്ടെ, 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 എന്താ? 0 അല്ലേ? അപ്പോ ഈ എലമെന്റ് എവിടെ ഉണ്ടാവും? എലമെന്റ് ഓഫ് എച്ച് അല്ലേ? ഇതിന്റെ മീനിങ് എന്താ? എച്ച് ഈസ് നോൺ എം ജി എന്നല്ലേ? ഒരു നോൺ എം ജി സബ്സെറ്റ് ആയല്ലോ അല്ലേ? ദാറ്റ് ഈസ് എച്ച് ഈസ് എ നോൺ എം ജി സബ്സെറ്റ് ഓഫ് അല്ലേ? ഒരു നോൺ എം ജി ഇപ്പൊ എച്ച് നോൺ എം ജി സബ്സെറ്റ് ആണ്. നോൺ എം ജി സബ്സെറ്റ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൂവ് ചെയ്താൽ മതി? 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് ഉണ്ടല്ലോ, 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് പ്രൂവ് ചെയ്താൽ മതി. 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്നൊക്കെ പ്രൂവ് ചെയ്യണം. ഇവിടെ നിന്ന് 2 എലമെന്റ്സ് എടുക്കാം. ലെറ്റ് A is equal to A1 B1 C1 D1 and B is equal to A2 B2 C2 D2 are 2 elements in H. Are elements in H. അപ്പോൾ
എയും ബിയും എച്ചിൽ എലമെന്റ്സ് ആയതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? എ എച്ചിൽ എലമെന്റ് ആയതുകൊണ്ട് A1 പ്ലസ് B1 പ്ലസ് C1 പ്ലസ് D1 0 ആയിരിക്കും. കാരണം അങ്ങനെയുള്ള ആൾക്കാരല്ലേ എച്ചിൽ വരണുള്ളൂ. ബി ക്യാപിറ്റൽ ബി എച്ചിലുള്ളത് കൊണ്ട് A2 പ്ലസ് B2 പ്ലസ് C2 പ്ലസ് D2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്ക് വേണ്ടത് എ പ്ലസ് ബി അല്ലേ? therefore എ പ്ലസ് ബി എന്ന രണ്ട് മെട്രിക്സിൽ ആഡ് ചെയ്യാൻ പറഞ്ഞ കറസ്പോണ്ടിങ് എൻട്രീസിനെ ആഡ് ചെയ്താലേ പോരെ A1 പ്ലസ് A2 B1 പ്ലസ് B2 C1 പ്ലസ് C2 D1 പ്ലസ് D2. ആൾസോ ഇനി എന്താ A1 പ്ലസ് A2 പ്ലസ് B1 പ്ലസ് B2 പ്ലസ് C1 പ്ലസ് C2 പ്ലസ് D1 പ്ലസ് D2 അതല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? A1 പ്ലസ് A2 പ്ലസ് B1 പ്ലസ് B2 പ്ലസ് C1 പ്ലസ് C2 പ്ലസ് D1 പ്ലസ് D2 ഇതല്ലേ നമുക്കിവിടെ വേണ്ടത്. ഇത് 0 ആണ് അല്ലേ? ഇത് 0 ആയാലേ എ പ്ലസ് ബി എവിടെ ഉണ്ടാവുള്ളൂ? എ പ്ലസ് ബി എച്ചിൽ ഉണ്ടാവുള്ളൂ. ഇത് നോക്കിയേ, ഇതിനെനിക്ക് ഇങ്ങനെ എഴുതാലോ A1 പ്ലസ് B1 പ്ലസ് C1 പ്ലസ് D1 പ്ലസ് ബാക്കി A2 പ്ലസ് B2 പ്ലസ് C2 പ്ലസ് D2. ഇത് 0 ആണ്. തൊട്ട് മുന്നേ പറയുന്നത് അടുത്തത് 0 ആണ്. അപ്പോൾ കംപ്ലീറ്റ് 0 ആണ്. ഹെൻസ് എ പ്ലസ് ബിയിലെ എൻട്രീസിന്റെ സം 0 ആണ്. അതുകൊണ്ട് എ പ്ലസ് ബി എലമെന്റ് ഓഫ് എച്ച് ആണ് അല്ലേ? ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് എച്ച്. എച്ചിലെ ഏത് രണ്ട് എലമെന്റ് എടുത്താലും അവയുടെ സം എച്ചിലുണ്ട്. therefore മെട്രിക്സ് അഡിഷൻ ഈസ് ബൈനറി. മെട്രിക്സ് അഡിഷൻ ഈസ് ക്ലോസ്ഡ് അല്ലെങ്കിൽ ബൈനറി അല്ലെങ്കിൽ ഈസ് എ ക്ലോഷർ പ്രോപ്പർട്ടി ഈസ് ക്ലോസ്ഡ് ഓൺ എച്ച്. ഇനി ഇൻവേഴ്സ് പറയാം. ഇൻവേഴ്സ് പറയാൻ വേണ്ടി എന്ത് എടുക്കുക? ഒരു ആർബിട്രറി എലമെന്റ് എടുക്കുക. ലെറ്റ് എ ഈസ് ഈക്വൽ ടു A1 B1 C1 D1 എലമെന്റ് ഓഫ് എവിടെയാ? ക്യാപിറ്റൽ എ. എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എച്ച് അല്ലേ? എച്ചിൽ എലമെന്റ് ആണ്. അപ്പൊ A1 ഉം B1 ശ്രദ്ധിക്കുക, ഈ A1 ഉം B1 ഒക്കെ A1 B1 C1 D1 ഒക്കെ ഇന്റിജേഴ്സ് അല്ലേ? A1 ഉം B1 ഉം C1 ഉം D1 ഇന്റിജേഴ്സ് ആണെങ്കിൽ -A1 -B1 -C1 -D1 ഇന്റിജർ ആണല്ലോ. ആൾസോ ഇത് എച്ചിലുള്ളത് കൊണ്ട് ഇവയുടെ സമ്മും 0 അല്ലേ? A1 പ്ലസ് B1 പ്ലസ് C1 പ്ലസ് D1 ഇസ് ഈക്വൽ ടു 0 ആണ്. ആൾസോ മൈനസ് എ equal to minus A1 minus B1 minus C1 minus D1. Minus A is equal to such that what is minus A1 minus B1 minus C1 minus D1. ഒരു മൈനസ് കോമൺ എടുത്താൽ A1 പ്ലസ് B1 പ്ലസ് C1 പ്ലസ് D1 അല്ലേ? അത് 0 ആണല്ലോ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഹെൻസ് minus a element of H, that is a plus minus a is equal to 0 is equal to minus a plus a. Therefore inverse of a is minus a in H. So H nagathu binary ആയി H nagathu inverse property satisfied. Therefore by two-step subgroup test, thus by two-step subgroup test H is a subgroup of G. ബാക്കി അടുത്ത ദിവസം ചെയ്യാം.